വലിയൊരു തുക ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ സ്വന്തം 5 മക്കളെ കൊല്ലുമോ അതോ മരിച്ചുവെന്ന് വരുത്തി തീർക്കുമോ? സുകുമാരക്കുറുപ്പ് ചെയ്തതുപോലെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴും ഒരു ചുരുളഴിയാത്ത രഹസ്യമായി തുടരുന്ന 5 കുട്ടികളുടെ മിസ്സിംഗ് കേസ് ആയിട്ടുള്ള സോഡർ ചിൽഡ്രൻ ഡിസപ്പിയറൻസിനെ കുറിച്ചാണ്. 1945 അമേരിക്കയിലെ ഫെയ്റ്റ് വില്ലിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇറ്റാലിയൻ വംശജനായിരുന്ന സോഡർ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് തന്റെ ഭാര്യയുടെയും 10 മക്കളുടെയും കൂടെ അവിടെ ജീവിച്ചിരുന്നത്. എന്നാൽ 1945 ഡിസംബർ 24 ആ ഒരു രാത്രി എല്ലാ കാര്യങ്ങളും മാറി മറിഞ്ഞു. ക്രിസ്മസിന്റെ എല്ലാ ആഘോഷവും നടത്തി വന്നുകൊണ്ടിരുന്ന ആ ഒരു വീട്ടിൽ പെട്ടെന്ന് വലിയൊരു തീപിടുത്തം ഉണ്ടാകുകയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒന്നായിരുന്നു അത്. ജോർജും ഭാര്യയും കൂടെ തന്റെ 5 മക്കളെ പുറത്തെടുത്തു. തന്റെ ബാക്കി 5 മക്കളെ രക്ഷിക്കാനായിട്ട് ഏണിയെങ്കിലും വെച്ച് വീടിന്റെ അകത്തേക്ക് കയറാനായിട്ട് നോക്കിയപ്പോൾ എല്ലാ ദിവസവും അവിടെ ഉണ്ടായിരുന്ന ഏണി ആ സമയത്ത് അവിടെ കാണാനില്ലായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് അതിൽ കയറി നിന്ന് വീടിന്റെ അകത്തേക്ക് കയറി കുട്ടികളെ രക്ഷിക്കാനായിട്ട് നോക്കിയപ്പോൾ യാതൊരു കുഴപ്പവുമില്ലാതെ എല്ലാ ദിവസവും ജോർജ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ട്രക്ക് അപ്പോൾ മാത്രം സ്റ്റാർട്ടായില്ല. കൺമുൻപിൽ ഉണ്ടായിട്ട് പോലും തന്റെ 5 കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിട്ട് പറ്റാത്ത വിഷമത്തിലും സങ്കടത്തിലുമായിരുന്നു ഈ ഭാര്യയും ഭർത്താവും. എന്നാൽ ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ ട്വിസ്റ്റ് ഉണ്ടാകുന്നത് ഈ ഒരു തീ അണഞ്ഞതിന് ശേഷമാണ്. സോഡറും ഭാര്യയും നാട്ടുകാരും ഫയർഫോഴ്സ് എല്ലാം തന്നെ വീടിന്റെ അകത്തേക്ക് ചെന്നപ്പോൾ ആ 5 കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങൾ അവിടെ കാണാനില്ലായിരുന്നു. അതായത് തീപിടുത്തത്തിന് മുന്നേ വരെ അവിടെ ഉണ്ടായിരുന്ന 5 കുട്ടികൾ തീപിടുത്തത്തിന് ശേഷം പെട്ടെന്ന് അങ്ങോട്ട് അപ്രത്യക്ഷമാകുകയാണ് ചെയ്തത്. ഈ ഒരു സംഭവം പെട്ടെന്ന് തന്നെ അവിടെ മൊത്തം വലിയൊരു വാർത്തയായി. ശരിക്കും എന്താണ് ആ കുട്ടികൾക്ക് സംഭവിച്ചത്? ആ രാത്രി എന്താണ് ഉണ്ടായത്? പിന്നീടാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അന്വേഷണ സംഘം അവിടെ നിന്നും കണ്ടെത്തിയത്. ആരോ മനഃപൂർവ്വം ഫോണിന്റെ വയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റു ചിലർ പറഞ്ഞത് ഈ ഒരു തീപിടുത്തത്തിന് മുന്നേ ഈ കുട്ടികളെ ആരോ കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ടു എന്നുള്ളതാണ്. വേറെ ചിലർ പറഞ്ഞു ഈ കുട്ടികളെ വേറെ സ്ഥലത്ത് വെച്ച് കണ്ടുവെന്നു. ഈ സംശയങ്ങളെല്ലാം തന്നെ ജോർജിലേക്കും ഭാര്യയിലേക്കും മറ്റു മക്കളിലേക്കും നീണ്ടു. എന്നാൽ അവർക്കെതിരെയുള്ള യാതൊരു തെളിവും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1967 ജോർജ് സോഡറിന് ഒരു യുവാവിന്റെ കത്ത് ലഭിക്കുന്നു. ഇതിൽ നിന്നും അവർ മനസ്സിലാക്കി ഇത് തങ്ങളുടെ കാണാതെ പോയ മക്കളിൽ ഒരാളാണെന്ന്. ആ ഒരു കത്തിന്റെ പുറകെ ജോർജും കുടുംബവും ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കത്തയച്ചത് ആരാണെന്നോ തങ്ങളുടെ മക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്നോ എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു തെളിവും അവർക്ക് കിട്ടിയില്ല. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം വളരെ ഭീമമായിട്ടുള്ള ഒരു തുക ഇൻഷുറൻസ് ആയിട്ട് ഈ ജോർജിനും ഫാമിലിക്കും കിട്ടുന്നുണ്ട്. വളരെ സന്തോഷകരമായിട്ട് ജീവിച്ച കുടുംബമായിരുന്നെങ്കിൽ പോലും ഒരുപാട് സാമ്പത്തികമായിട്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അതിനാൽ തനിക്കും തന്റെ കുടുംബത്തിനും സാമ്പത്തികമായി മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാനാണ് ജോർജും ഫാമിലിയും ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. സോഡർ ചിൽഡ്രൻ ഡിസപ്പിയറൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു കേസ് ഇപ്പോഴും തെളിയിക്കപ്പെടാത്ത അമേരിക്കയിലെ തന്നെ അൺസോൾവ്ഡ് മിസ്റ്ററീസിൽ ഒന്നാണ്.